ഉണ്ണിയമ്മേ കുമ്പടി വന്നു. എല്ലാ ആഴ്ചയും അവിടെ ജാതി ഭേദമന്യേ എല്ലാ വീട്ടുകാർക്കും ഒരാഴ്ച 15 കിലോ അരി വിതരണം ചെയ്യാണ്. അപ്പൊ ഈ ഒരെണ്ണം പറഞ്ഞുകൊണ്ട് എല്ലാ നടപടി ന്യായീകരിച്ചോ? ഒരു ആക്സിഡന്റ് കേസിനുള്ള യോഗ കൊത്തു വന്നത് ഈ പറയുന്ന താജ്മഹൽ കേൾക്കാത്ത ആള് ഇപ്പൊ മലപ്പുറത്തുള്ള ഒരെണ്ണം പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും ന്യായീകരിക്കും. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇന്ന് കേന്ദ്രമന്ത്രി ലോക്സഭയിൽ സംസാരിച്ചപ്പോഴും ഈ ഓവർ ക്ലെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല അവർ തന്നെ ഒരു മാറ്റവും ഇല്ലല്ലോ മറ്റാവശ്യങ്ങൾക്ക് നൽകുന്നത് എന്ന് കർണാടകത്തിലെ 29,000 ഏക്കറിന്റെ കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. അല്ല അവിടെ മഞ്ജുഷ് ഒരു കാര്യം, ഇങ്ങനെ ഓവർ ക്ലെയിം ചെയ്യാൻ വരുന്നതിനെ നമ്മുടെ മുസ്ലിം സമൂഹം ആക്റ്റീവായി തള്ളി പറയുകയും അത് ചെയ്യാൻ പാടില്ലെന്ന് പറയണം. അതോടൊപ്പം ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീ കേട്ടോ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഒരു വരി പറഞ്ഞോട്ടെ. ക്ലാരിറ്റി കൊണ്ടുവന്ന കൺസെൻസസ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. പറഞ്ഞോട്ടെ, ലെജിറ്റിമേറ്റ് ഒരു വരി നാളെ നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഒരു വരിയിൽ തീർക്കാം. ഇടതുപക്ഷ സുഹൃത്തുക്കൾ ശബരിമല ബുദ്ധിസ്റ്റ് ക്ഷേത്രമാണെന്ന് ക്ലെയിം ചെയ്യാറില്ലേ? നമ്മൾ വിട്ടുകൊടുക്കാറുണ്ടോ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ഒരു വരിയൊന്നും തീർന്നു. എന്റെ വാദം ഖണ്ഡിച്ചോളൂ. എന്റെ വാദം മുമ്പോട്ട് വെക്കാൻ. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. അപ്പോ അടക്കമുള്ള എത്രയോ അമ്പലങ്ങൾ പലരും ക്ലെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്പോ ഇത്തരം ഡിസ്കറേജ് ചെയ്യണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മുമ്പോട്ട് വെച്ചോട്ടെ. ഞാൻ പലരും അമിതമായി ക്ലെയിം ചെയ്യുന്നത് പോലെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എനിക്കൊരു ചോദ്യമാണുള്ളത്. സമയം സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നിങ്ങൾ 10 മിനിറ്റായിട്ട് ഒരു വരി പറയുകയാണ്. ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. നിങ്ങൾക്ക് അറിയാമായിട്ടാണ് ആർജവം വേണം. ഇനി നിയമത്തിന് ഒരു ക്ലാരിറ്റി കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി വേണം. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ട അമിതമായ പറഞ്ഞോട്ടെ. ഒരു വാചകം കൂടി രാവിലെ പറഞ്ഞു തീർത്തോട്ടെ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ശരി രാഹുൽ, ഒരു വാചകം പറഞ്ഞു തീർത്ത് മനസ്സിലാക്കുന്നു കേട്ടോ. ജമാൽ, ഒരു പ്രധാന കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ല. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. പ്രധാന കാര്യം ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ട്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. വനിതകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പ്രധാന കാര്യമായി തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. വനിതാ ഉൾപ്പെടുത്തിയിട്ടുള്ള 2013 ആറാട്ട് നന്നാവണമെന്ന് ആനയ്ക്കുണ്ടോ നിർബന്ധം? അതിന് കുറെ പട്ടയും മടലും തിന്നണം. ഈ ഭേദഗതിയിലല്ല പറയുന്നത്. അത് വലിയ നേട്ടമായിട്ട് പറയുകയാണ്. ആഞ്ജനേയ സ്വാമി. നോൺ മുസ്ലിംസ് വേണ്ട മഞ്ജുഷ്, അതാണ് ഇതിലെ ബാലൻസ്. വനിതകൾ ചെയ്യപ്പെടണം, പക്ഷേ
കുറച്ചേരാ പുഴയിലേക്ക് വെക്കുന്നു. റസിയ രാഹുൽ സുൽത്താന കഴിഞ്ഞില്ല, രാഹുൽ. ഇനി ഞാൻ ഭരിച്ച സംസാരിച്ചോട്ടെ, നാടാണിത്. രാഹുൽ. അല്ലെങ്കിൽ ഫാത്തിമ ബീവി ഉണ്ടായിരുന്ന നാടാണിത്. എന്റെ വനിതകളെ രാഹുൽ, സ്വാഗതം രാഹുൽ, ചെയ്യണം. ഞാൻ ഒരു വരി പറഞ്ഞോട്ടെ, രാഹുൽ. ഇനി ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ആ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ 15 മിനിറ്റ് ആയല്ലോ രാഹുൽ ഒരു വരി പറയുന്നു. അത് സുപ്രീം മറ്റുള്ള കോടതിയിൽ ആൾക്കാരെ ചർച്ച ചെയ്യട്ടെ. രാഹുൽ ഒന്ന് പറയട്ടെ ശ്രീത്തെ. ഇല്ലെങ്കിൽ നാളെ എത്ര വരിയാണ്? കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. മഞ്ജുഷ്, താങ്കൾ ഇടയ്ക്ക് പറയാതെ ശ്രീത്തെ. രാഹുൽ ഒന്ന് പറയട്ടെ. രാഹുലിന് അവസരം കൊടുക്കൂ. അതെ കറക്റ്റ്. അപ്പം വനിതകൾ വരുന്നത് സ്വാഗതാർഹമാണ്. ഇപ്പോഴാണെങ്കിലും 2013 കുഴപ്പമില്ല. വനിതകൾ വരുന്നത് സ്വാഗതാർഹമാണ്. എന്നിട്ട് പക്ഷെ നോൺ മുസ്ലിംസ് വേണ്ട. കാര്യം നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ടത് എന്താ, നാളെ നമ്മുടെ മേളിലും അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ഇടത് ഗവൺമെന്റോ വേറെ ഏതോ ഗവൺമെന്റോ ഇത് ചെയ്യും. ഈ ഒരു മതത്തിന് എഫക്ട് ചെയ്താൽ എല്ലാ മതങ്ങളെയും എഫക്ട് ചെയ്യും. ഒരു ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. മതത്തിന് നമ്മൾ ദ്രോഹം ചെയ്താൽ എല്ലാ മതങ്ങളെയും ദ്രോഹം ചെയ്യും. ശബരിമല അടക്കമുള്ള കേസുകൾ നമ്മൾ കണ്ടതാണ്. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അതുകൊണ്ട് കോടതിയിൽ എന്തായാലും ഇത് പോകണം. സുപ്രീം കോടതിയിൽ പോകണം. സുപ്രീം കോടതിയിൽ ഒരു ബാലൻസ് കണ്ടെത്തും. ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, ചില കാര്യങ്ങൾ വേണ്ടാന്ന് പറയും. അപ്പം മുസ്ലിം അല്ലാത്തൊരു സിഇഒ ഒക്കെ വേണമെന്ന് പറയുന്ന പ്രകോപനപരമാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? നമ്മൾ അയ്യപ്പനെ അവരെയും തൊഴുതിട്ട് പോകുന്നതാണ്. പക്ഷെ അതേപോലെ അല്ല അധികാര സ്ഥാനത്ത് ഒരാളെ കൊണ്ടിരുത്തുന്നത്. അത് ഗുരുവായൂർ അമ്പലത്തിലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ നാളെ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ അവിശ്വാസിയോ ഒക്കെ സിഇഒ ആയി വന്നിരിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കുന്നത് പോലെ എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഒരു മുസ്ലിം സഹോദരനും വേദന എടുക്കുന്ന ഒരു തിരിച്ചറിവ് നമ്മളെന്ന ഭാരതീയന് വേണം. ആ തിരിച്ചറിവില്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ച അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു സെക്കൻഡ്. ശരി. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. നോക്കൂ, രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാഹുൽ, ഇനി ഒരു മിനിറ്റ് താങ്കൾ അനിന്റർപ്രറ്റ് എനിക്ക് തരണം. ഇങ്ങനെ എക്സസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ വന്നിരിക്കുകയാണെങ്കിൽ അതിനെ മുസ്ലിങ്ങൾ തള്ളി പറയണമെന്ന്. ആരാ രാഹുൽ ഈ എക്സസ് ആയിട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നത്? ഏതെങ്കിലും മുസ്ലിം ആണോ? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. വഖഫ് ബോർഡാണ് ഈ ക്ലെയിം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ വഖഫ് ബോർഡിനെ തള്ളി പറയണമെന്നാണ്. അതിനാണ് ഇപ്പൊ ഈ നിയമ ഭേദഗതി വന്നിരിക്കുന്നത്. ഒന്ന്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. രണ്ട്, താങ്കളുടെ ആ താരതമ്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞു തെറ്റാണ്, അബ്സേർഡാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എന്ന് പറഞ്ഞാൽ പഴയ സ്വത്താണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയോ കൺസ്ട്രക്ട് അനുസരിച്ച് നിങ്ങൾക്ക് അതിലേക്ക് പുതുതായിട്ടുള്ള എന്തെങ്കിലും ലാൻഡ് ആഡ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് അല്ല എഴുതി വെച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എ റീസൺ ടു ബിലീവ് ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെ പ്രോപ്പർട്ടി ഒരു സൈഡിൽ അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും നിങ്ങൾ പണ്ടുള്ള ഒരു സ്വത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഇത് രണ്ടും ആപ്പിളും ഓറഞ്ചുമാണ്, തമ്മിൽ കമ്പാരിസൺ ഇല്ല. അപ്പൊ എല്ലായിടത്തും കളിക്കുന്ന ബാലൻസ് കെ നായർ ഈ കാര്യത്തിൽ കളിച്ചത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനമില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പറഞ്ഞിട്ടില്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. വ്യാഖ്യാനിക്കുന്നതല്ല കോൺടെക്സ്റ്റ്. നിയമത്തിൽ നിങ്ങൾ അങ്ങനെ എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇല്ല. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെറ്റാണ്. നിങ്ങൾക്ക് സ്ഥലമെടുക്കാം എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇല്ല. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ രാഹുൽ, നിങ്ങൾ 40 സെക്ഷൻ തെറ്റാണ്. എങ്ങനെ ക്ലെയിം ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞു തരൂ. അത് ഉത്തരം പറ. അത് ഏത് നിയമപ്രകാരം ക്ലെയിം ചെയ്യും? ഏതാണ് ഒരു പ്രോപ്പർട്ടി, സാധാരണക്കാരുടെ ഒരു പ്രോപ്പർട്ടി ഇത് വഖഫാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ ഏത് നിയമവ്യവസ്ഥയിലെ പറ്റുമോ? ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. തിരുച്ചെന്തൂരിൽ ചെയ്തിരിക്കുന്ന പോലെ ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞിട്ട് കളക്ടറെയും രജിസ്ട്രാറിനെയും നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നു. ഇത് വെച്ചിട്ട്
ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആര് വഴിയാണ്? കളക്ടറും രജിസ്ട്രാറും വഴിയാണ്. കളക്ടറും രജിസ്ട്രാറും വഴി കളക്ടറും രജിസ്ട്രാറും വഴി നിങ്ങൾക്ക് സെക്ഷൻ 28 പറയുന്നുണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം എക്സിക്യൂട്ട് ചെയ്യുന്ന ആര് വഴിയാണ്? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.